ഹായ് ഗായ്സ്, ദേ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടും കുട്ടിയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് കുട്ടീനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഇതേ ഞാൻ നടന്ന് പയ്യെ പോവാണ് കേട്ടോ. ആരാണ് താരം എന്നറിയണ്ടേ? ഇതാണ് കേട്ടോ നമ്മളെ താരം, നമ്മളെ ഇഞ്ചു കുട്ടിയാണേ. അങ്ങനെ അവളത് ഹെയർ സ്റ്റൈലൊക്കെ നോക്കി നല്ല സുന്ദരിയായിട്ടില്ലേ, മാഷാ അല്ലാ, ക്യൂട്ട്. അങ്ങനെ ദേ അവള് കയ്യും പിടിച്ച് ഇങ്ങനെ ഞങ്ങൾ നടക്കാൻ കേട്ടോ. പിന്നെ ആള് കൈയൊക്കെ വിട്ട് അങ്ങോട്ട് ഓട്ടം തുടങ്ങി. പിന്നെ ഓരോ ആൾക്കാരോട് ഹായ് പറയല്, കൈ കൊടുക്കല്, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇഞ്ചിക്കുട്ടിയുടെ പരിപാടി. അങ്ങനെ ദേ കയ്യിലൊരു പൂവുണ്ട്, അതൊക്കെ മൊത്തം പിച്ചി ഇട്ടുകൊണ്ട് പോവാണ് കേട്ടോ ആള്. അങ്ങനെ നടപ്പോട് നടപ്പ്. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഇത്താത്തയുടെ വീട്ടിലേക്ക് പോവാണേ. ഞാനിതേ അവള് ഓടണ പിന്നാലെ ഞാനും ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആള് പയ്യെ ഓടി ഓടി പോവാണ്, കാരണം വണ്ടിയും കാര്യങ്ങളും വന്ന റോഡാണ്. അതുകൊണ്ട് ഞങ്ങൾ അവള് പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ കൈ പിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും പറയാണ് ഉമ്മച്ചിന്റെ കൈ പിടിക്കണം എന്ന്. അങ്ങനെ തിരിഞ്ഞു നേരതെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള വീട്ടില് രണ്ട് മൂന്ന് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. അതിനെ കണ്ടപ്പോ ഇഞ്ചു ബേബി ആ പൂച്ചക്കുട്ടീനെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നല്ല ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ആ പൂച്ചക്കുട്ടീനെയൊക്കെ കളിപ്പിച്ച് നേരെ ഇത്താത്താന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. നേരെ പോവാണ് ആള്. പോണ എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾ കണ്ടോട്ടോ. നേരെ അടുക്കളയിലേക്ക്, വേറെ എവിടെയും നിന്നില്ല, അടുക്കളയിൽ ചെന്നിട്ടാണ് ആള് സ്റ്റോപ്പ് ആയത് കേട്ടോ. അങ്ങനെ അതേ അടുക്കളയിലെത്തി. അപ്പോൾ ആളെടുത്ത് ഇത്താത്ത ചോദിച്ചു നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്താത്ത വന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് മിഠായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ മിഠായി എടുത്ത് കൊടുത്തു കേട്ടോ. നാരങ്ങ മിഠായി ആയിരുന്നു. അത് ആൾക്ക് കടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടണില്ല. അപ്പൊ അവളുമ്മച്ചിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് അത് പൊട്ടിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവളുമ്മച്ചി അത് പൊട്ടിച്ചൊക്കെ കൊടുത്തു. അപ്പൊ ഇത്താത്ത എനിക്ക് തന്നു കേട്ടോ. അതിനാണ് അവള് കൈ കാണിക്കണത്. കൈ കാണിച്ചിട്ട് അവൾ എനിക്ക് തരൂ കേട്ടോ. അത് എന്റെ സുന്ദരി മോളാണ്, മാഷാ അല്ലാ. അങ്ങനെ അവൾ എനിക്ക് തന്നു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ ആളെ വായിൽ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ അത് പതിയെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ പൊട്ടണില്ല. പല്ലൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. എന്നിട്ടുമ്പോ അത് ഭയങ്കര കട്ടിയല്ലേ ആ നാരങ്ങ മിഠായി. അതുകൊണ്ട് ആളുടെ ഉമ്മച്ചി എല്ലാം പൊട്ടിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ വായിൽ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓക്കെ പോയാലോ എന്ന് പറഞ്ഞപ്പോ പോവാൻ പോന്നു കേട്ടോ ആള് കൂടെ. അങ്ങനെ ദേ ഞങ്ങൾ കൂടെ പോന്നു തിരിച്ച്. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവളെ മുടി കാണാൻ നല്ല രസമില്ലേ, മാഷാ അല്ലാ മാഷാ അല്ലാ. അവള് ഉമ്മച്ചി കെട്ടി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ നടക്കാണ്. ദേഞ്ചു ബേബി ക്യൂട്ട് അല്ലേ, മാഷാ അല്ലാ, കമന്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ദേ വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലേക്ക് എത്തി. ജനാലയൊക്കെ ഒന്ന് അടക്കാനുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അടക്കാണ് കേട്ടോ. കൊതുകും കാര്യങ്ങളൊക്കെ കയറില്ലേ, അതുകൊണ്ട് വേഗം 6 മണിയായി. അതുകൊണ്ട് അതൊക്കെ അടച്ചു. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.